ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു മൂവി അപ്ഡേറ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് വാഴ 2. വിപിൻ ദാസിന്റെ സ്ക്രിപ്റ്റിൽ സബിൻ എസ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. സിനിമയുടെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് അപ്ഡേറ്റ് SSMB 29 സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് ആണ് പറയാനുള്ളത്. സിനിമ 2 പാർട്ടായിട്ട് വരത്തില്ല, അതിന് പകരം ഒരു 3.5 മണിക്കൂറുള്ള ഒരു ഫുൾ മൂവി ആയിട്ട് അവരങ്ങ് ഇറക്കി വിടും. രാജ്മൗലി ആണല്ലോ ബാഹുബലിയിലൂടെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ആ ഒരു ട്രെൻഡ് കൊണ്ടുവന്നത്. അതിനുശേഷമാണ് KGF പോലുള്ള സിനിമകളൊക്കെ വരാൻ തുടങ്ങിയത്. എന്തായാലും ഇപ്പം പുതിയ ട്രെൻഡ് കൊണ്ടുവരാൻ പോവാ 3.5 മണിക്കൂർ. നെക്സ്റ്റ് ബസൂക്കയുടെ ഒരു പുതിയ ക്യാരക്ടർ പോസ്റ്റർ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ബിഗ് ബിയില് മമ്മൂക്കയുടെ അനിയനായിട്ട് വന്നിട്ടുള്ള ആ ഒരു പയ്യൻ നോർമലി അമൽ നരീത് മൂവീസിലാണ് ഇവനെ കാണാറുള്ളത്. അവന്റെ ഈ ഒരു പോസ്റ്ററാണ് ഇപ്പം പുറത്തു വന്നിട്ടുള്ളത്. കണ്ടിട്ടൊരു വില്ലൻ ലുക്കൊക്കെ ഉണ്ട്. നെക്സ്റ്റ് കൂലി സിനിമയുടെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് ചെയ്ത് അവർ പുതിയൊരു പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു പോസ്റ്റർ. ആഗസ്റ്റ് 14 സിനിമ തിയേറ്ററിൽ എത്തുന്നത്. നെക്സ്റ്റ് റെട്രോ സിനിമയുടെ ഒഫീഷ്യൽ ട്രailer വരാൻ പോകുന്നത് ഏപ്രിൽ 14 ഡേറ്റ് കേൾക്കുന്നത്. അന്ന് തന്നെയായിരിക്കും കൂലി സിനിമയുടെ ടീസറും വരുന്നതെന്ന് കേൾക്കുന്നുണ്ട്. നെക്സ്റ്റ് ജാട്ട് സിനിമയുടെ IMDb റേറ്റിംഗിൽ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഇന്ത്യൻ മൂവി ജാട്ട് ആയിട്ടുണ്ട്. 1ാം സ്ഥാനത്താണ് ഇപ്പൊ അങ്ങനെ ജാട്ട് നിൽക്കുന്നത്. മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത്. ഏപ്രിൽ 10 ഈ ഒരു സിനിമ റിലീസിന് എത്തുന്നത്. ഏപ്രിൽ 10 മൈത്രി മൂവി മേക്കേഴ്സിന്റെ 2 സിനിമയാണ് റിലീസിന് എത്തുന്നത്. ഒന്ന് തമിഴിൽ നിന്നും അജിത് കുമാർ നായകനെത്തുന്ന ഗുഡ് ബാഡ് അഗ്ലി, മറ്റൊന്ന് ജാട്ട്. രണ്ടും 2 ലാംഗ്വേജിൽ നിന്നാണെന്ന് മാത്രം. നെക്സ്റ്റ് അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന സിനിമ റിലീസിന് എത്തുന്നത് ഏപ്രിൽ 10 ഖാലിദ് റഹ്മാനാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ നെസ്ലിൻ, ലുക്മാൻ, ഗണപതി ഇവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. ഈ ഒരു സിനിമയുടെ പുതിയൊരു പോസ്റ്റർ ഇപ്പം പുറത്തിറങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് അപ്ഡേറ്റ് ബേബി ഗേൾ സിനിമയിൽ ആദ്യം നായകനായി തീരുമാനിച്ചിരുന്നത് നമ്മുടെ ചാക്കോച്ചനെ ആയിരുന്നു. ചാക്കോച്ചന്റെ എന്തോ ഡേറ്റ് ഇഷ്യൂസ് കാരണം ഇപ്പൊ നിവിൻ പോളിയിലേക്ക് എത്തിയിട്ടുണ്ട്. അരുൺ വർമ്മയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഗരുഡൻ എന്ന സിനിമയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ് ഇത്. ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് സിനിമ നിർമ്മിക്കുന്നത്. നെക്സ്റ്റ് അപ്ഡേറ്റ് റോബിൻ ഹുഡ് സിനിമ റിലീസായത് മാർച്ച് 28 സിനിമ ഇതുവരെയായിട്ടും കളക്ട് ചെയ്തത് വെറും 6 കോടി മാത്രമാണ്. സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 70 കോടിയാണ്. മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. 8 ദിവസം കൊണ്ട് കിട്ടിയത് വെറും 6 കോടി രൂപ. ആ ഒരു പ്രൊഡ്യൂസറിന്റെ അവസ്ഥ അമ്മോ. നിതിന്റെ ഗ്രാഫൊക്കെ താന്നു തുടങ്ങിയിട്ടുണ്ട്. നിതിന്റെ സ്റ്റാർ വാല്യൂ ഫുള്ള് ഇടിഞ്ഞാണ്. പിന്നെ മൈത്രി മൂവി മേക്കേഴ്സിനെ ഇതൊന്നും ഒരു തരത്തിലും ബാധിക്കൂല. കാരണം പുഷ്പ 2ന്റെ കളക്ഷൻ വെച്ച് അവർ ഇതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പുഷ്പ 2 എന്തായാലും ഇത്ര ഹിറ്റ് അടിച്ചല്ലോ, ഇതിന്നൊരു 70 കോടി എങ്ങനെ ചെലവാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് ഈ ഒരു സിനിമ അവർ കമ്മിറ്റ്മെന്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇതൊക്കെ അവർക്ക് വെറും ജസ്റ്റ് എന്റർടൈൻമെന്റ് ആണ്. അടുത്ത ആഴ്ച ഇറങ്ങാൻ പോകുന്ന ഗുഡ് ബാഡ് അഗ്ലി, ജാട്ട് ഇത് രണ്ടും വെച്ച് ഞങ്ങൾ ഇതിന്റെ മുതലും പലിശ അടക്കം അങ്ങ് തിരിച്ചു പിടിച്ചോളാം. ഗുഡ് ബാഡ് അഗ്ലി ഇന്നലെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ ബുക്ക് മൈ ഷോ ക്രാഷ് ആയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ബുക്കിംഗ് ഓപ്പൺ ചെയ്ത് അരമണിക്കൂർ കൊണ്ട് തന്നെ ചെന്നൈ സിറ്റിയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഷോസും ഹൗസ്ഫുൾ ആയിട്ടുണ്ട് ഡേ 1. ഇത്രയൊക്കെയാണ് ഇന്നത്തെ മൂവി അപ്ഡേറ്റ്സ്. അടുത്ത ആഴ്ച ഇറങ്ങുന്നതിൽ നിങ്ങൾ ഏറ്റവും അധികം കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് കമന്റ് ചെയ്യുക.